ജോർഗിസേ, കേരള നിയമസഭ ആ ശംഖുമുദ്രയുള്ള ഗേറ്റ് അടഞ്ഞു കിടക്കുന്ന കണ്ടോ? മെയ് 4-ന് ഈ ഗേറ്റ് ആർക്കു മുന്നിൽ തുറക്കും എന്നതാണ് ചോദ്യം. ജോർഗിസേ, ഇന്നത്തേക്ക് കൃത്യം 19-ാം ദിവസം കേരളം വിധി എഴുതുകയാണ്. 18 ദിവസമേ ഉള്ളൂ. കേരളം ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് അല്ലേ തിളച്ചൊഴുകുന്ന ദിവസങ്ങളാണ്. അതെ അതെ. ആരൊക്കെയാണ് ഈ ഇത്രയും ദിവസം കഴിയുമ്പോൾ 140 പേര് ഇതിനുള്ളിലേക്ക് കയറി പോകാൻ 140-ലെ ഭൂരിപക്ഷം ആരാണ് എന്നുള്ളതാണ് ചോദ്യം. പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ഇതിന്റെ ഒരുക്കങ്ങൾ ഇങ്ങനെ ഹരിബറിയും ആ തിരക്കും ഒരു കല്യാണത്തിന്റെ തലേദിവസമുള്ള വീടുകൾ പോലെയുള്ള കുറെ സ്ഥലങ്ങൾ തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കല്യാണപ്പുരയുടെ സജീവതയിലും ആ ഒരു തിളപ്പിലും നിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മൾ വിചാരിച്ചത്ര സമയം കിട്ടാതെ ഉണ്ടാവുന്ന ടെൻഷനും എല്ലാ പ്രശ്നങ്ങളും അവിടെ നടക്കുന്നുണ്ട്. നന്നായിട്ട് അവിടുത്തെ ഫീല് നാട്ടുകാരെ കാണിക്കണം. തീർച്ചയായും. അപ്പൊ നമ്മൾ ഏതായാലും ഇവിടുന്ന് ഒരു യാത്ര തുടങ്ങുകയാണ്. പൊളിറ്റിക്കൽ മാസ്, നമ്മുടെ രാഷ്ട്രീയ ചർച്ചാ പരിപാടി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് സഞ്ചരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഞാനും ലിജോയും ഒപ്പം ഒരു ബൈക്കിലുണ്ട്. അതെ, നമ്മുടെ ഒരു ബാലറ്റ് റൈഡുമായി നമ്മുടെ ന്യൂസ് മലയാളത്തിൽ പൊളിറ്റിക്കൽ മാസും ബാലറ്റ് റൈഡും ഒക്കെ ആയി ഞങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഒരു ബൈക്ക് സഞ്ചാരം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് നേരെ കേരള നിയമസഭയ്ക്ക് മുമ്പിൽ നിന്ന് തുടങ്ങുന്നു നമ്മുടെ ബാലറ്റ് റൈഡ്. ഓരോ സംഘടനയ്ക്കും ഓരോ സ്വഭാവം, അതിൻ്റെതായ ശൈലി, പ്രവർത്തന രീതി, അങ്ങനെയൊക്കെ തന്നെ അല്ലേ? ഇലക്ഷന് വേണ്ടി ഒരു പ്രത്യേക ഒരു വാർ റൂം സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പ്രത്യേകം ഇലക്ഷന് വേണ്ടി മാത്രമായിട്ട് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ഷൻ ഓഫീസ്, അങ്ങനെ പലതരത്തിലുള്ള ഓഫീസുകളൊക്കെ പ്രവർത്തിച്ച് അതിനുള്ള ചുമതലക്കാരെയൊക്കെ ഏർപ്പെടുത്തി കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്? കേരളത്തിലെല്ലാം ഉള്ള ഒരു ഫീല് തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതായത് മൂന്നാമതും ഒരു LDF സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളതിന്റെ എല്ലാ ഓളവും നമുക്ക് ഇവിടെയും ഉണ്ട്. പുറത്ത് ആരോട് ചോദിച്ചാലും എന്തുകൊണ്ട് LDF-ന് വോട്ട് ചെയ്യണ്ട എന്നുള്ളൊരു ചോദ്യത്തിന് ആർക്കും മറുപടി പറയാനില്ല. വളരെ പ്രതീക്ഷ തന്നെയാണ്. കഴിഞ്ഞ നാളുകളിൽ നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോലെയൊന്നും അല്ല ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, NDA സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ നേടാൻ വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? കേരളം മുഴുവൻ UDF തരംഗമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയം ആവർത്തിക്കുക തന്നെ ചെയ്യും. LDF-നെതിരെ അതിശക്തമായിട്ടുള്ള വികാരം ജനങ്ങളിൽ നിലനിൽക്കുകയാണ്. ജനങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം, ആത്യന്തിക ലക്ഷ്യം കേരളത്തിൽ ഭരണമാറ്റമാണ്. കേരളത്തിൽ മൂന്നാമത് UDF-ന്റെ ഭരണം, LDF-ന്റെ ഭരണം മൂന്നാമതായിട്ട് വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല. നമ്മളിപ്പം കഴിഞ്ഞ ഒരു 10 വർഷം മുന്നത്തെ കേരളത്തിന്റെ ഒരു സ്ഥിതി വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പം എന്തുണ്ടായെന്ന് നമ്മളെ മുന്നേ തന്നെ കാണാനുണ്ടല്ലോ. അപ്പൊ അത് വെച്ചും ജനങ്ങൾ മനസ്സിലാക്കും. കാരണം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായിട്ട് മാറും. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ മാറ്റം. അത് എന്തായാലും ഈ തവണ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കും. അതിനനുസരിച്ചുള്ള പണി ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതിനുള്ള ഒരു റിസൾട്ട് ഞങ്ങൾക്ക് എന്തായാലും ഈ ഇലക്ഷനിൽ കിട്ടും. സാർ, ഈ രാഷ്ട്രീയ ആരോപണങ്ങളോ അഴിമതി ആരോപണങ്ങളോ ഒക്കെ അങ്ങനെ ഉന്നയിക്കാൻ ചിലപ്പോൾ മാറ്റി പറഞ്ഞ ചരിത്രമുണ്ട്. പക്ഷെ PK ശശിയെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ എതിരെ ഉന്നയിക്കപ്പെട്ട വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ, സ്വഭാവത്തിന്റെ പ്രശ്നങ്ങളായിരിക്കും. സീരിയസ് കേസസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ലേ അത്രക്കാരൻ? അതിനേക്കാൾ ഗുരുതര ആക്ഷേപം ഉന്നയിച്ചവർ, അവരെയൊക്കെ CPM പ്രൊട്ടക്ട് ചെയ്തില്ലേ? ഈ ശശി തന്നെ KTDC-യുടെ ചെയർമാനായിട്ട് തുടർന്നില്ലേ പിണറായി സർക്കാരിന്റെ കാലത്ത്? ചോദിക്കാൻ സമയമായി എന്ന് അവർ പറയുന്നതിൽ അവർ പറയേണ്ട ഒരു കണക്കുണ്ട്. വയനാടിന് വേണ്ടി പിരിച്ച പൈസേന്റെ കണക്ക് ഇതുവരെ സാധാരണക്കാരായ ജനങ്ങൾ ചോദിച്ചിട്ട് അവർ പറഞ്ഞില്ല. അപ്പൊ അത് അവർ പറയണം. അല്ല, കണക്ക് ചോദിക്കാൻ സമയമായി എന്ന് പറഞ്ഞാൽ ചോദിച്ച കണക്ക് ഇതുവരെ മറുപടി തന്നിട്ടില്ലല്ലോ. അപ്പൊ അത് പറയാൻ അവർ ബാധ്യസ്ഥരല്ലേ? ഈ വാർ റൂമിലെ BJP സംവിധാനങ്ങൾ ഇങ്ങനെയാണ്. അവരുടെ പ്രതീക്ഷ ഇത്തവണ കാര്യമായി തന്നെ അല്ലേ, കാര്യമായി തന്നെ ധാരാളം സീറ്റുകൾ പിടിച്ചെടുക്കും. KK ശൈലജയെ കുറിച്ച് ലാസ്റ്റ് ഇപ്പൊ ഏറ്റവും ഒടുവിലായി പറഞ്ഞത് അത്രയും അങ്ങനെ കടത്തി പറയേണ്ടതുണ്ടായിരുന്നോ എന്ന് തോന്നി? ഞാൻ പറഞ്ഞതല്ല. ഒരു പത്രപ്രവർത്തകനോട് ചോദിച്ചു, അതായത് ശൈല ടീച്ചർ തോറ്റു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഒന്നും അല്ലാതാവുന്നു. ആ ചോദ്യത്തിന് ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞതാണ്. ഒരു തമാശ രൂപത്തിലും സത്യത്തിൽ അവരെ അംഗീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ എതിരായിട്ടൊന്നും പിണറായി വിജയൻ പറയുന്ന ഭാഷയൊന്നും ഞാൻ ഉപയോഗിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് ഓഫീസിനുള്ളിലല്ല അതുള്ളത്, പുറത്താണ്. ഇവിടെ നിലവിൽ ഇപ്പോൾ ഉള്ളത് സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ സജീവമായിട്ട് നിൽക്കുന്ന മുന്നണി പോരാളികൾ, കടന്നലുകൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന അല്ലേ, അങ്ങനെ കുറച്ച് ആളുകളാണ്. അതാണ് ഏതായാലും AKG സെൻട്രലിലെ ഫീല്. ഇപ്രാവശ്യം എന്തായാലും ഒരു മാറ്റം വരണം എന്ന് ജനങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ട്.
അതുകൊണ്ട് ജനങ്ങൾ അതനുസരിച്ചായിരിക്കും ഇപ്രാവശ്യം വോട്ട് ചെയ്യുക ഉറപ്പായിട്ടും. UDF ഭൂരിപക്ഷം കിട്ടുക എന്ന് കരുതാൻ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ആരെങ്കിലും തന്നെ ആയിരിക്കുമോ മുഖ്യമന്ത്രി, അതോ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ അഭിപ്രായം മാനിച്ച് അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ഹൈക്കമാൻഡ് നിശ്ചയിക്കും. അപ്പോൾ നമ്മൾ തലസ്ഥാന നഗരിയിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണമൊക്കെ നടത്തി 3 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന കമ്മിറ്റി ഓഫീസുകളിൽ പോയി. അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത ബ്രേക്കിംഗ് ആയി പൊട്ടി വീഴുകയും ചെയ്തു. ഏതായാലും വെളിച്ചം മങ്ങി, തെരുവുകളൊക്കെ തെളിഞ്ഞു. ഈ തെരുവിൽ ഇങ്ങനെ രാഷ്ട്രീയം തിളച്ചൊഴുകുന്ന ഈ ഇലക്ഷൻ കാലത്തുടനീളം നമ്മൾ ഈ യാത്ര ഇങ്ങനെ തുടരും. അപ്പോൾ നാളെ കൊല്ലത്ത്.